ഭൂമി ആഗ്രഹിപ്പാരുമേ നീയല്ല ഭൂമിയിൽ ആഗ്രഹിപ്പാരുമേ നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. നാലാമത് ഐസയാ 10-ാം അധ്യായം 27-ാം വചനം. പുഷ്ടി നിമിത്തം നുകം തകർന്നു പോകും. ആമേൻ. ബലത്ത വിശ്വാസ നിമിത്തം നിന്റെ മുമ്പിൽ ഉള്ള മതിൽ ഉടങ്ങിപ്പോകും. പുഷ്ടി നിമിത്തം, ആത്മനിറവ് നിമിത്തം, അഗ്നി ആത്മാവ് ആനന്ദ നടി നിന്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ നുകം തകർന്നു പോകും. ഹല്ലേലൂയ. ആകയാൽ എഫേസ്യർ 5:18, റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 14-ാം വചനത്തിൽ, അപ്പോസ്തലർ 20:22 ഒരേ അർത്ഥമെങ്കിലും വ്യത്യസ്ത വചനങ്ങളാണ്. ആത്മനിറവുള്ളവരായിരിപ്പിൻ, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുവിൻ. പൗലപ്പോസ്തലൻ എഴുതുന്ന ആത്മാവിൽ ബന്ധിക്കപ്പെട്ടിരിപ്പിൻ. ബി ബൗണ്ട് ഇൻ ഹോളി സ്പിരിറ്റ്. കാരണം കർത്താവിൻ്റെ റൂട്ടല്ല ഇന്ന് മനുഷ്യൻ്റെ റൂട്ട്. 55:8 കർത്താവ് അരുളി ചെയ്യുന്ന എൻ്റെ വിചാരങ്ങളല്ല മനുഷ്യ നിന്റെ വിചാരം. അതാണ് തടസ്സം. ഇത് 2 വിചാരമും 2 ഇച്ഛയും 2 ഹിതമും ഒന്നാകുമ്പോൾ തടസ്സം മാറും. കർത്താവ് അരുളി ചെയ്യുന്ന എൻ്റെ വിചാരമല്ല മനുഷ്യൻ്റെ വിചാരം. ആമേൻ. 2 ഡിഫറൻ്റാണ്. ജഡാഭിലാഷം ആത്മാഭിലാഷത്തോട് വിരോധം. മനുഷ്യൻ്റെത് ജഡാഭിലാഷം, കർത്താവിൻ്റെത് ആത്മാഭിലാഷം. തമ്മിൽ ശത്രുക്കളാണ്. ജഡാഭിലാഷം സാധാരണം, ആത്മാഭിലാഷം അസാധാരണം. It is natural. The desire of a man, his lust is natural, but God's will is supernatural. ഇത് സാധാരണം, അത് അസാധാരണം. ഇത് ഐകികം. മനുഷ്യൻ്റെ ആഗ്രഹം ഒക്കെയും ഐകികം, ലൗകികം. ഇവിടെ രാവിലെ ബറോട്ട, ഉച്ചയ്ക്ക് ബറോട്ട, രാത്രി ബറോട്ട, ഇതിൻ്റെ ഇടയ്ക്കും ബറോട്ട. ഇതാണ് മനുഷ്യൻ്റെ ആഗ്രഹം. ദൈവത്തിൻ്റെ ആഗ്രഹമോ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന, കർത്താവ് വീണ്ടും വീണ്ടും പറഞ്ഞല്ലോ, എൻ്റെ രാജ്യത്വം ഐകികമല്ല. നോ, എൻ്റെ രാജ്യത്വം ഐകികമല്ല. മൈ കിങ്ഡം ഈസ് നോട്ട് ഓഫ് ദിസ് വേൾഡ്. അത് സ്വർഗീയം. ഇറ്റ് ഈസ് ഹെവൻലി. ഇത് മാനുഷികം. മനുഷ്യൻ്റെത് മാനുഷികം, ദൈവത്തിൻ്റെതോ ദൈവീയം. ഇത് രണ്ടും ഒറ്റ റൂട്ടിൽ പോയാൽ അവിടെ മതിലില്ല, സ്മൂത്തായി വണ്ടി ഓടും. അതാണ് കർത്താവ് അരുളി ചെയ്യുന്ന ആത്മാവിൽ ബന്ധിക്കപ്പെട്ടിരിക്കുക. അപ്പൻ കൊടുത്ത അപ്പമും വെള്ളമും തീർന്നപ്പോൾ കുട്ടി ദാസിയുടെ കുട്ടിയെങ്കിലും അത് ആബ്രഹാമിൻ്റെ വിത്താണല്ലോ. She threw the boy in the bush. അമ്മ ഇനി ഇവൻ ചത്തുപോകും, കുറുങ്കാട്ടിൽ എറിഞ്ഞിട്ട് ഇവൾ കരഞ്ഞ്.
ഇവന്റെ മരണം എനിക്ക് കാണേണ്ട. അപ്പൊ അമ്മയുടെ മൈൻഡിൽ ഇരിക്കുന്നത് കുഞ്ഞിൻ്റെ മരണമാണ്. ദൈവത്തിൻ്റെ മൈൻഡിൽ ഉള്ളത് അവനൊരു കാട്ടുപോത്തെങ്കിലും അവനെയും ഞാൻ അനുഗ്രഹിക്കാം. ഉൽപ്പത്തി 17:20, ഉൽപ്പത്തി 21:8. അവൾ സ്വന്തം കുഞ്ഞിനെ കുറിച്ച് ചാകും. കർത്താവ് അരുളി ചെയ്യും, അല്ല അല്ല, ഇവനെയും ഞാൻ അനുഗ്രഹിക്കും, ഇവനെയും ഞാൻ അനുഗ്രഹിക്കും. ആബ്രഹാം എത്ര വലിയ ഭക്തനാണെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നത്, എൻ്റെ അടുത്ത അവകാശി, എൻ്റെ വീട്ടിൽ ജനിച്ച എൻ്റെ അടിമ, ഡമാസ്കസിലെ എലിയാസർ. his own desire, human desire, മാനുഷികാഗ്രഹം, എൻ്റെ വീട്ടിൽ ജനിച്ച അടിമ. ഉൽപ്പത്തി 15:3. ഡമാസ്കസിലെ. അപ്പൊ ദൈവത്തിൻ്റെ ഹിടമോ അതല്ല. എൻ്റെ സ്നേഹിത ആബ്രഹാം അടിമയല്ല, വീട്ടിൽ ജനിച്ചവനല്ല, ഡമാസ്കസിൽ ഉള്ളവനല്ല. നിന്റെ നാടി നരമ്പുകളിൽ നിന്ന് ജനിച്ച ഇസഹാക്കാണ് നിന്റെ വാഗ്ദത്ത സന്താനം, നിന്റെ അവകാശി. അത് ദൈവത്തിൻ്റെ വിൽ, മറ്റത് അവൻ്റെ ഡിസയർ. ഇത് രണ്ടും ഒന്നാകണമെങ്കിൽ കൊരിന്ത് ലേഖനത്തിൽ പൗലപ്പോസ്തലൻ എഴുതുന്നു, കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏകാത്മാവാകുന്ന. ദൈവഹിതം നിന്റെ ഇച്ഛയായി മാറും. അപ്പോൾ ഒരു തടസ്സവും അവിടെ കാണുകയില്ല. ആമേൻ, ഹല്ലേലൂയ. ആകയാൽ ആത്മനിറവുള്ളവരായിരിപ്പിൻ, ആത്മനിറവുള്ളവരായിരിപ്പിൻ. അവസാനം യോഹന്നാൻ 15:7 നമ്മെ പഠിപ്പിക്കുന്നു, നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ. നിങ്ങൾ എന്നിലും പറയാമോ? അതിനർത്ഥം നിങ്ങൾ ഓരോരുത്തരും ക്രിസ്തുവിലും. മനസ്സിലായോ? സമ്പ്രദായത്തിലാകരുത്, മന്ത്രവാദത്തിലാകരുത്, പുണ്യവാളനിലാകരുത്, ജോഷ്യനിലാകരുത്. നിങ്ങൾ ക്രിസ്തുവിലും. 40, 50, 60, 100 അപ്പൂപ്പൻ തിരുമേനി, അപ്പൂപ്പൻ അപ്പൻ പോപ്പായിട്ടും കുട്ടികൾക്ക് കല്യാണ സമയം നിശ്ചയിക്കുന്നത് ജ്യോത്സ്യന. അതാണ് ഇവിടെ എല്ലാം ഒരു ദിവസമാണ് കല്യാണം. 10-50 കല്യാണം ഒറ്റ ദിവസമാണ്. ഒരു കല്യാണക്കുറി വന്നാൽ ആലോചിക്കണം, ഇനിയൊരു 50 കല്യാണക്കുറി അതേ സമയത്തിൽ വരും. ജ്യോത്സ്യന, പാസ്റ്റർ അല്ല നിശ്ചയിക്കുന്നത്, ജ്യോത്സ്യന. എൻ്റെ വീട് കെട്ടുമ്പോൾ മുൻവാതിൽ വെച്ചത് കറക്റ്റാ രാഗുകാലം നോക്കി, രാഗുകാലത്തിലാണ്. അവിടെയാണ് കൂട്ടായ്മ തുടങ്ങിയത്, കൂട്ടായ്മ വളർന്നത്. അവിടെയാണ് 25 വയസ്സ് മക്കളില്ലാതെ ഇരുന്ന എനിക്ക് കർത്താവ് മക്കളെ തന്നതും. ചുമ്മാ പ്രസംഗം കേട്ടിട്ട് പോകാനല്ല, അത് സാപ്പിടണം വചനം. നിങ്ങൾ ക്രിസ്തുവിലായാൽ ഇതൊക്കെ പമ്പ കിടക്കും. നിങ്ങൾ ക്രിസ്തുവിലാകണം, നിങ്ങൾ യേശുവിലാകണം. യേശുവിലായവൻ കുരിശുമല കയറത്തില്ല, എടത്തുവ പോകുകയില്ല, വേളാങ്കണ്ണി പോവുകയില്ല, വിഗ്രഹം ചുംബിക്കുകയില്ല. അവൻ വചനത്തിൽ വസിക്കും. നിങ്ങൾ എന്നിലും, നിങ്ങൾ യേശുവിലാകണം. കർത്താവ് അരുളി ചെയ്യുന്ന, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും. കർത്താവ് അരുളി ചെയ്ത സ്വർണ്ണ വാക്തത്വം, സ്വർണ്ണ ശബ്ദം നിങ്ങളിൽ, വചനം നിങ്ങളിൽ, വചനം നിങ്ങളിൽ. വചനം നിങ്ങളിൽ വാസം ചെയ്താൽ
നമ്പർ 1, സങ്കീർത്തനം 107:20 നിന്റെ രോഗത്തെ സൗഖ്യമാക്കും. വചനം നിങ്ങളിൽ വാസം ചെയ്താൽ സങ്കീർത്തനം 119:25 നിന്നെ ജീവിപ്പിക്കും. വചനം നിങ്ങളിൽ വാസം ചെയ്താൽ സങ്കീർത്തനം 119:28 നിന്നെ നിവർത്തും. ഒരുത്തൻ്റെ മുമ്പിൽ നീ കുനിഞ്ഞു നിൽക്കേണ്ടത് വരികയില്ല. വചനം നിങ്ങളിൽ വാസം ചെയ്താൽ അരുതാത്തത് ചെയ്യുമ്പോൾ അപ്പോസ്തലർ 2:37 നിന്റെ ഉള്ളിനെ കുത്തും. വചനം നിങ്ങൾ വാസം ചെയ്താൽ ജെറമ്യ 23:29 നിന്റെ ഉള്ളിൽ അത് കത്തും. ചുറ്റിക പോലെ നിന്നെ അടിച്ച് നിറപ്പാക്കും. വചനം നമ്മുടെ ശരീരം, ആത്മാവ്, പ്രാണൻ മൂന്നിനെയും തുളയ്ക്കും. എബ്രായർ 4:12. ആ വചനം വീട്ടിൽ പോയി 100 പ്രാവശ്യം വായിക്കണം. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും എന്ത് ആഗ്രഹമോ ചോദിച്ചു കൊള്ളുക, അതെല്ലാം നിങ്ങൾക്ക് കിട്ടും. അവിടെ ഒരു തടസ്സവും കാണത്തില്ല. ആമേൻ. ക്രിസ്തുവിൽ, നിങ്ങൾ ക്രിസ്തുവിൻ്റെ വചനം നിങ്ങളിൽ ഇത് ഇല്ലാതെ പക്ഷം ആവർത്തനം 28:2 ശാപമുണ്ടാകും. വചനത്തിൽ വസിക്കാതിരുന്നാൽ ശാപമുണ്ടാകും. മത്തായി സുവിശേഷം 12:22-29, മർക്കോസ് സുവിശേഷം 12:24 the people are mistaken because they do not know the word of God. നീ തെറ്റിപ്പോകും. വചനം അറിയായ്കയാൽ ജനം തെറ്റിപ്പോകും. നീ തെറ്റിപ്പോകും. വചനം നിന്നിൽ വസിക്കാതിരുന്നാൽ നീ തെറ്റിപ്പോകും. കാരണം 119:11 രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന വചനം നിന്നെ പാപം ചെയ്യാതെ തടുക്കും. യാക്കോബ് 1:22 വചനത്തിൽ നീ വസിക്കാതിരുന്നാൽ നീ ചതിക്കപ്പെടും. നീ നിന്നെ തന്നെ ചതിക്കും. സംഖ്യ 14:41 വചനം നിന്നിൽ വസിക്കാതിരുന്നാൽ നീ തോറ്റുപോകും. ചില തടസ്സങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചിരിക്കുന്നത് ഇത് മറുഭാഗത്തിൽ നമ്മുടെ നന്മയ്ക്കായി. ചില തടസ്സങ്ങൾ അനാഥർക്ക് ദൈവം അരുളി ചെയ്യുന്ന ഞാൻ പിതാ. റബ ലഞ്ചന 68:5 സങ്കീർത്തനം 68:5 I am a father. God says fatherless. God says I am a father to fatherless. ഞാൻ അനാഥർക്ക് എൻ്റെ നാമം നിമിത്തം പീഡിക്കപ്പെടുന്നവന്, ഉപദ്രവം സഹിക്കുന്നവന്, പരിഹാസത്തിൽ കൂടെ കടന്നു പോകുന്നവന് ഞാൻ അവരുടെ അപ്പൻ, അവർക്ക് പിതാ. ആകയാൽ ബലത്ത വിശ്വാസമുള്ളവരായിരിപ്പിൻ. 4ാമത് മോശയെക്കുറിച്ച് ബൈബിൾ നമ്മ പഠിപ്പിക്കുന്നു. എബ്രായർ 11:24 Moses chose rather suffering. മോശെ ക്രിസ്തു നിമിത്തമുള്ള കഷ്ടത അനുഭവിച്ചു എന്നല്ല, സഹിച്ചു എന്നല്ല, തിരഞ്ഞെടുത്ത്. മനസ്സിലായോ? റബ ലഞ്ചന ഷാലദം ധനദബ റഗ്ഗ ലഞ്ചന ഷാലദ ടി 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 അഭിഷേക ടി ആത്മാവിൽ നിറയുക. കല്ല് തൂണ് പോലെ
விக்கிரகம் போல இருக்கிறது, உள்ளில தீ காட்டுக. டீ 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 ரீலமாரா ரீலமாரா ரீகல்பா ரீலபர வர 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 அஸலபா ரீலபர வர வர அஸீகல்பா ரீலபர ரீலபர அக்னி ஆனந்த நதி ஒழுகுன்னு வர 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 ஒழுகுன்னு. எல்லா ஆளுகளிலும் இருந்து உறங்கல தம்பி, உறங்கல உறங்கல அனுஜா. ஆத்மாவில் கட்டுகா. தடஸ்ட மதில்கள் தகர்ந்ததா, தகர்ந்ததா. நின்ற மும்பில் சாத்தான் உயர்த்தி வச்சிருக்கின்ற மதில்கள் இயேசுவின் நாமத்தில் நம்பு தும்பாகுன்னு. ஓ டீ 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 டீ. எப்ராயர் 11:24 பைபிள் நம்ம படிப்பிக்கின்ற நீதி நிமித்தம், சுவிசேஷ நிமித்தம், சத்திய நிமித்தம், இயேசு நிமித்தம், சத்திய தெய்வ நிமித்தம், சொர்க்கம் நிமித்தம் பைபிள் நம்ம படிப்பிக்கின்ற மோசே கஷ்டம் அனுபவிக்கின்றது പറയണം. പോരാ പോരാ കറക്റ്റ് പറയുക. തിരഞ്ഞെടുത്ത് ചോസ്. ആദിമ നൂറ്റാണ്ട് സഭ 1 ദശലക്ഷം 3 അധ്യായം അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന കഷ്ടത അനുഭവിച്ചു. കർത്താവിന്റെ കൺമണി പരിശുദ്ധ പൗലപ്പോസ്തലൻ കഷ്ടതയിൽ സന്തോഷിച്ചു. കൊലോസ്യർ 1:24. ആദിമ നൂറ്റാണ്ട് സഭയിലെ വിശ്വാസികൾ കഷ്ടത അനുഭവിച്ചു. പൗലപ്പോസ്തലൻ ലഭിച്ച കഷ്ടതയിൽ സന്തോഷിച്ചു. 1 ദിനവൃത്താന്തം 22 അധ്യായത്തിൽ ദാവീദ് രാജ കഷ്ടതയിൽ 1,00,000 താലന്ത് സ്വർണ്ണക്കട്ടി ചുമന്നു വന്ന് ദൈവത്തെ സേവിച്ചു. കഷ്ടതയിൽ കഷ്ടതയിൽ കഷ്ടത തിരഞ്ഞെടുത്ത മോശെ ബലത്ത വിശ്വാസം. അവൻ്റെ കാര്യമെല്ലാം ദൈവം നോക്കി. നഗ്ന ജനിച്ച അമ്മാണിയിൽ നൈൽ നദി ദൂരത്തിൽ സ്വന്തം അമ്മയാൽ തൂക്കിയെറിയപ്പെട്ട മോശയെ 6,00,000 കുടുംബങ്ങളുടെ മഹാസഭയുടെ മുമ്പിൽ ലീഡറായി ദൈവം കൊണ്ട് നിർത്തി. മഹാരാജാവ് ഫറവോനെ ദൈവം വിറപ്പിച്ചല്ലോ. 40 ആണ്ടുകാലം ആട്ടിടയൻ, 40 ആണ്ടുകാലം പ്രിൻസ്, രാജകുമാരൻ, കിങ്, 40 ആണ്ടുകാലം ലീഡർ. ഇവൻ്റെ വയസ്സിന് മൂത്ത ആളുകൾ ഇവൻ്റെ പുറകിൽ. 83 വയസ്സായ സ്വന്തം സഹോദരൻ അഹരോൻ ഇവൻ്റെ പുറകിൽ. കഷ്ടതയെ തിരഞ്ഞെടുത്തവനെ ദൈവം ഉയർത്തുന്ന രീതി നീ മനസ്സിലാക്കിക്കൊള്ളണം. അവസാനം അന്ത്യനാളുകൾ വന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം ഭൂമിയിൽ ഇറങ്ങി മോശയെ ദൈവം തൻ്റെ കൈ കൊണ്ട് അടക്കി. വേറെ എന്നെ വേണം, വേറെ എന്നെ വേണം. ആവർത്തനം 34:6. ആ ശവക്കുഴി ഇന്ന് വരെ ഒരു മനുഷ്യനും അറിയാതെ. അറിഞ്ഞാലോ? മോശയുടെ ശവക്കുഴി മനുഷ്യൻ അറിഞ്ഞാലോ? ഇവിടെ ആളുകൾ വണ്ടി പിടിക്കും. അവിടെ തീർത്ഥാടന കേന്ദ്രം, തീർത്ഥാടന കേന്ദ്രം ട്രിപ്പടിക്കും. മോശയെ കുമ്പിടാൻ, മോശയുടെ കല്ലറയെ കുമ്പിടാൻ. എൻ്റെ ദൈവത്തിന് മുമ്പ് കൂട്ടി അറിയാം. അവൻ്റെ ശവക്കുടി ഇന്ന് വരെ ഒരു മനുഷ്യനും അറിയാതെ ദൈവം വന്ന് തൻ്റെ കൈ കൊണ്ട് മോശയുടെ ശവശരീരത്തെ ദൈവം മോവാബ് താഴ്വരയിൽ ആവർത്തനം 34:6 അടക്കി എന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. സഹോദരങ്ങളെ, ബലത്ത വിശ്വാസം உள்ளவராய் இருப்பேன். பலத்த விசுவாசம் உள்ளவராய் இருப்பேன்.
ഞങ്ങളുടെ വിലാസം: മിനിസ്ട്രി ഓഫ് ജീസസ്, പ്രയർ ഗാർഡൻസ്, പോസ്റ്റ് ബോക്സ് നമ്പർ 20, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, നെയ്യാറ്റിങ്കര 695121, തിരുവനന്തപുരം. ഫോൺ നമ്പർ 0471 222 0100.